മാങ്ങാണ്ടിയെ രക്ഷിക്കാൻ ഷാഫി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്നിട്ട് ഒരു മെഴുകൽ നടത്തുകയാണ്. നിങ്ങൾ ഈ വിഷയമൊന്ന് വിടൂ. നിങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കിത്തരുന്ന വാർത്തകളെ കൂടുതൽ ആഘോഷമാക്കൂ. എന്തിനാണ് നിങ്ങൾ മാങ്ങാണ്ടിയുടെ ഈ ഞരമ്പൻ കഥകൾ ഒരു അജണ്ടയായിട്ട് കൊണ്ടു നടക്കുന്നത്? ബാക്കി പല കാര്യങ്ങളും ചർച്ചയാകാതിരിക്കാനല്ലേ? നിങ്ങൾ എൻ്റെ അടിമയെ ഒന്ന് ഫ്രീ ആക്കി തരൂ, ഞാൻ വീണ്ടും അവനെ മണ്ഡലത്തിലേക്ക് ഒന്ന് ആക്റ്റീവ് ആക്കട്ടെ. എന്തിനാണ് നിങ്ങൾ ഈ വിഷയത്തിന് പിന്നാലെ മാത്രം നടക്കുന്നത്? ഞങ്ങൾ എന്തോരം കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട്. സർക്കാരിനെതിരെയായിട്ടുള്ള വാർത്തകളിലേക്ക് നിങ്ങൾ വരൂ എന്ന ലൈൻ വെച്ച് പിടിക്കുന്നത് ഒന്ന് കേട്ടെ. മെഴുകലാണ്, മെഴുകലോട് മെഴുകൽ. ഞാൻ മാധ്യമപ്രവർത്തകരോടും ഞാൻ പറയുന്നു, നിങ്ങളും അജണ്ട ഫിക്സ് ചെയ്യുമ്പോൾ, പിന്നെ ന്യൂസിന്റെ അജണ്ട ഫിക്സ് ചെയ്യുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഇൻസിഡന്റ് കേരളത്തിലെ സംഭവവികാസം എന്നുള്ള തരത്തിൽ പിന്നെ അത്തരം വാർത്തകൾ ചിലത് കൊടുക്കുന്നതും ചില വാർത്തകൾ ഉണ്ടാക്കുന്നതും ചിലത് ഭാവനയെന്ന് വരുന്നതും ഒക്കെ ആയിട്ടില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ പാലക്കാട് വന്നപ്പോൾ തന്നെ പിന്നെ പാലക്കാട്ടെ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾക്ക് എന്നെ അത്രയും അറിയാവുന്ന മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? ഞാൻ ചന്ദ്രേട്ടന്റെ വീട്ടിൽ പോയി ഗ്രൂപ്പ് യോഗം ചേർന്ന്, ചന്ദ്രേട്ടൻ പിന്നെ എവിടെ നിന്നിരുന്നപ്പോ മൂകാംബിക നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വാർത്ത, എന്നിട്ട് അതിനെപ്പറ്റി ചോദിച്ചപ്പോ ചില മാധ്യമപ്രവർത്തകർ പറഞ്ഞ അത്രയും കൺഫേംഡ് സോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പോയിട്ടേ ഇല്ലാത്ത സ്ഥലത്തെ സംബന്ധിച്ച് ഞാൻ നേരിട്ട് പറഞ്ഞിട്ട്, ഞാൻ ആ ഭാഗത്തേ പോയിട്ടില്ല എന്ന് നേരിട്ട് പറഞ്ഞിട്ട്, അദ്ദേഹം അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും കൺഫേംഡ് സോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തു. അപ്പൊ അത്തരം ഭാവനകളിൽ നിന്നുള്ള വാർത്ത കൊടുക്കൽ നിർത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞാൻ പറഞ്ഞത്. KPCC പ്രസിഡന്റ് അതിനകത്ത് മറുപടി പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് അതിനകത്ത് മറുപടി പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, KPCC പ്രസിഡന്റിനോട് നിങ്ങൾ തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, അല്ല, എന്റെ ചോദ്യം, ഇപ്പൊ നിങ്ങൾ കുറെ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇനി ഒരാളും മിണ്ടാൻ പാടില്ല, ഇനി ഒരാളും അടുത്ത് പോകാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. ആ ചോദ്യത്തിന്റെ മറുപടി KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെയും നിങ്ങൾ ആവർത്തിച്ച് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ നിങ്ങളുടെ പിന്നെ കാരണം എന്ന് പറയുന്നത് ഇതിലെ വാർത്തകളിലേക്ക് നിങ്ങളുടെ വാർത്താ സ്പേസിനെ കൊണ്ടുപോകാന്നുള്ളതാണ്. അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് KPCC പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഞാൻ ഈ കാര്യത്തിലേക്ക് മുമ്പ് പ്രതികരിച്ചിട്ടുള്ളതാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. KPCC പ്രസിഡന്റ് പറഞ്ഞ കൂടുതൽ ഒരു വാക്കും ഞാൻ അതിൽ കൂടുതലോ കുറവോ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ എന്താ? അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പിന്നെ അതാണ് വാർത്ത. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷനോ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ പിന്നെ ഇതാണ് വാർത്ത. പിന്നെ അതിന്റെ കൂടെ വാർത്താ സ്പേസും പോവുക. അപ്പൊ അതിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നിൽക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. മറ്റു വിഷയങ്ങളുണ്ട്, ഗവൺമെന്റിനെതിരായിട്ടുള്ള ചെയ്തികളുണ്ട്. രാഹുൽ ഗാന്ധി പിന്നെ നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണയുണ്ട്. അത് കോൺഗ്രസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തുന്നു. കോൺഗ്രസ് കേൾക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ? കോൺഗ്രസ് എല്ലാ വീടുകളിലേക്കും അതുമായിട്ട് എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒരു പക്ഷേ പിന്നെ ഈ ഓടിച്ചോരിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തിയേക്കാമെന്നുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ നേതൃത്വം എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ അജണ്ടകൾ ക്ലിയർ ആണ്. ഈ ഗവൺമെന്റിന്റെ പോലീസ് നയങ്ങളിലെ വീഴ്ചകളുണ്ട്, അതിനെതിരായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. വലിയ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, ഗവൺമെന്റിന്റെ വീഴ്ചകളിലെ പ്രക്ഷോഭങ്ങൾ, സംഘടനാ പരിപാടികൾ, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ, അതൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വശത്ത് CPM അവരുടെ അധിക്ഷേപ പരമ്പര കൊണ്ട് അതിനെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വാക്കോ വരിയെ കിട്ടിയിട്ട് അത് നിങ്ങളുടെ ഭാവനയും കൂടെ ചേർത്തിട്ടുള്ള പല വാർത്തകളും സ്പേസ്. ഇന്നിപ്പോ പിന്നെ യൂത്ത് കോൺഗ്രസ് പിന്നെ പ്രസിഡന്റ്ഷിപ്പിനെ പറ്റി പോലും ഇന്ന് രാവിലെ വാർത്തകൾ അങ്ങ് വരികയാണ്. പാർട്ടി എടുക്കാത്ത തീരുമാനം അല്ലെങ്കിൽ പാർട്ടി ആലോചിച്ചതോ ആലോചിക്കാത്തതോ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ചില ചാനൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്തിയായിരുന്നു. കോൺഗ്രസിന്റെ കുറച്ച് സ്ഥാനാർത്ഥികളെ വരെ പ്രഖ്യാപനം നടത്തുമ്പോൾ കുറച്ച് പാർട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനും തീരുമാനിക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് തന്നെ വിട്ടുതരണം. നിങ്ങൾക്ക് അല്ലാതെ മറ്റു കാര്യങ്ങൾ അത് സമയം അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പൊ രാജിവെച്ചതുകൊണ്ടാണ് ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റ് ഇല്ലാത്തത്. പുതിയ മതിയായ ചർച്ചകളിലൂടെ IYC നേതൃത്വം അത് കണ്ടെത്തും. അതിന്റെ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാവും. വളരെ സിമ്പിളനായിട്ട്, വളരെ ശാന്തനായിട്ട്, വളരെ ലളിതമായിട്ട് മാപ്രകൾക്ക് മുന്നിൽ അദ്ദേഹം വിദഗ്ധമായിട്ട് തന്റെ കാര്യം പറയുന്ന ഒരു രീതി നോക്കി. ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പറയും സിംപ്ലിസിറ്റി മെഴുകൽ.
സിംപ്ലിസിറ്റിയോടുകൂടി മാധ്യമങ്ങളുടെ മുന്നിൽ കിടന്ന് ഞാൻ വളരെ മാന്യമായി നിങ്ങളെടുത്ത് ഇടപെടുന്ന ആളാണ്. എങ്ങനെ സ്വന്തം അനിയായി അല്ലെങ്കിൽ പത്തനംതിട്ട നിന്ന് വണ്ടിയും പിടിച്ച് പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിച്ച് ആ മണ്ഡലം എനിക്ക് തന്നെ എല്ലാ കാലത്തും എൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ആ വിഷയത്തിൽ കയറി പിടിക്കുന്നത്? ഈ നിലയ്ക്ക് ഒരു കോംപ്രമൈസ് ടോക്ക് പരസ്യമായിട്ട് നടത്തുന്ന രീതി നോക്കിയേ. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാക്കന്മാർ മാധ്യമങ്ങളോട് ഇങ്ങനെ സംസാരിക്കാറുണ്ടോ? നമ്മൾ പരസ്പരം അറിയാവുന്നവരല്ലേ? നിങ്ങൾ എന്തിനാണ് ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ തൂങ്ങുന്നത്? നിങ്ങളുടെ അജണ്ട ഒന്ന് മാറ്റിപ്പിടിക്കൂ എന്ന രീതിയിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമ വാർത്തകളിൽ നിന്ന് രാഹുൽ മാങ്ങാണ്ടിയെ ഊരിയെടുത്ത് അദ്ദേഹത്തെ വീണ്ടും പാലക്കാട് സജീവമാക്കാനുള്ള തന്ത്രമാണ് ഷോഫി പയറ്റുന്നത്. അതായത് സ്ത്രീകളോട് ഇത്രയും അതിക്രമം കാണിച്ച വ്യക്തിയോട് ഷോഫിക്ക് ഒരു എതിർപ്പുമില്ല. കാര്യം ഷോഫി ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ബാംഗ്ലൂർ ട്രിപ്പ് പോയതിന്റെ പല കഥകളും ചിലപ്പോൾ തെളിവുകളടക്കം മാങ്ങാണ്ടിയുടെ കൈവശമുണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടി സുരക്ഷിതനായാലേ ഞാനും സുരക്ഷിതനാകൂ. മാങ്ങാണ്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ വിട്ടുപിടിച്ചാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റൂ. അവൻ ഇവിടെ വന്ന കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത വാർത്തകൾ കൊടുക്കുന്നത്? ഈ രീതിയിലൊക്കെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയ്ക്ക് എങ്ങനെയും പിടിച്ചു കെട്ടിയതിനു ശേഷം ഞങ്ങളുടെ വ്യാജ പ്രചരണം ഒരു സൈഡിൽ നിന്ന് തുടങ്ങാനുള്ള അവസരം നിങ്ങൾ തരണമെന്ന നിലയ്ക്കാണ് ഷാഫിയുടെ ഈ റിക്വസ്റ്റിനെ കാണേണ്ടത്. കേരളത്തിൽ ഇത്രമാത്രം വൃത്തികേടുകൾ കാട്ടിയതിനു ശേഷവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വെളുക്കെ ചിരിച്ചുകൊണ്ട് അപാര തൊലിക്കട്ടിയിൽ ഇങ്ങനെയൊക്കെ മെഴുകാൻ ചില്ലറ തൊലിക്കട്ടി പോരാ. അതുകൊണ്ടാണ് പറയുന്നത്, സാധാരണ ഏതെങ്കിലും മനുഷ്യരാണ് ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നതെങ്കിൽ അവർക്ക് പിന്നെ സമൂഹത്തിന്റെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റൂ. ചില ഓൺലൈൻ മാധ്യമക്കാർ പോലും ഷാഫിയെ പരസ്യമായി വെല്ലുവിളിച്ചു. ഇദ്ദേഹത്തിന്റെ എന്തോ സൈക്കിൾ ചവിട്ടൽ വിദഗ്ധയെ കുറിച്ചൊക്കെ അവർ വിളിച്ചു പറഞ്ഞതിന് ശേഷം, ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയാൻ പറഞ്ഞതിന് ശേഷം ഈ ഹീറോ ഇതുവരെ വാ തുറന്നിട്ടില്ല. എന്നിട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചർച്ചകൾ വഴിതിരിക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ ഇടപെടുന്നുണ്ടെങ്കിൽ ആ തൊലിക്കട്ടിയുടെ പേരാണ് ഗജ ഫ്രോഡ്. ആ ഗജ ഫ്രോഡ് സ്വഭാവം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഒളിച്ചു കിടത്തുന്നതെന്ന് ഈ നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തി ഇത്രയും ആരോപണ വിധേയനായ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയേ, ഒരു ഉളുപ്പും ലാഞ്ചനയില്ല. ജനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഇവർ വില കൽപ്പിച്ചിട്ടുള്ളൂ. അവരെ എങ്ങനെ ഏത് രീതിയിൽ മയക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അവരെല്ലാം വെറും മണ്ടന്മാരാണ് എന്ന രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ ഷാഫിയെ പോലുള്ള കപടന്മാർ രാഷ്ട്രീയത്തിന് പാടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്.